ഹലോ, തേക്കടിയിലും ബോട്ടിങ്ങിന് പോയൊരു വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ ഞങ്ങൾ ആനവച്ചാൽ പാർക്കിംഗ് ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്യണം. പാർക്കിംഗ് ഫ്രീ ഒന്നല്ല, കോളേജിന് 85 രൂപയാണ് കേട്ടോ പാർക്കിംഗ് ചാർജ് ആയത്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ബസ്സുകളിലാണ് ബോട്ട് ലാൻഡിങ് ഏരിയയിൽ എത്തണത്. ബോട്ടിങ്ങിന് ഞങ്ങൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ പാർക്കിങ്ങിനും പിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ബസ്സിനും ചാർജ് കൊടുക്കണമെന്നും മനസ്സിലായത്. ഇവിടെ നിന്ന് 4 പേർക്ക് ബസ് ചാർജ് 300 രൂപയായിട്ടായത്. ഞങ്ങൾ ബുക്ക് ചെയ്തത് 3:30 ബോട്ടിങ്ങിനായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ പാർക്കിംഗ് ഏരിയയിൽ 2:30 ആകുമ്പോൾ എത്തണം. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് 2:30 ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരേ ബസ്സിൽ കയറാണ്. ഈ 3:30 ടൈമാണ് കേട്ടോ ഏറ്റവും ലാസ്റ്റത്തെ ട്രിപ്പ് ബോട്ടിങ്ങിൻ്റെ. ഇവിടെ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ഉണ്ടാവും ഈ ബോട്ടിങ്ങിൻ്റെ സ്ഥലത്തേക്ക്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമായ പെരിയാറിൻ്റെ വനപ്രദേശമാണ് തേക്കടി എന്ന് എല്ലാവർക്കും അറിയാമല്ലേ. അപ്പോൾ പോണ വഴിക്ക് 2 സൈഡിലും കാടാണ്. കുറേ മൃഗങ്ങളെയൊന്നും കണ്ടില്ല കേട്ടോ. ഈ മ്ലാവിനെയും പിന്നെ കുറേ കുരങ്ങന്മാരെയാണ് കണ്ടത്. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചതിന് ശേഷം ഉണ്ടായ തടാകമാണ് തേക്കടി തടാകം അഥവാ പെരിയാർ ലേക്ക്. ആ ലേക്കിലൂടെയാണ് നമ്മൾ ഈ ബോട്ടിങ് ചെയ്യണത്. ബോട്ടിംഗ് മാത്രമല്ല അത്ര ഇവിടെ ഉള്ളത്. ബാംബു റാഫ്റ്റിംഗ്, ജംഗിൾ സ്കൗട്ട്, നേച്ചർ വാക്ക്, ഗ്രീൻ വാക്ക്, ജംഗിൾ ക്യാമ്പ്, അങ്ങനെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ മുൻകൂട്ടി ഓൺലൈൻ ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് ദൂരം ബസ്സിലിരുന്ന് ബോട്ട് ലാൻഡിങ് ഏരിയയിലെത്തി. അവിടെ എത്തിയപ്പോൾ നിറയെ കുരങ്ങന്മാരുണ്ട് കേട്ടോ. ബസ്സിലേക്കൊക്കെ വരുന്നുണ്ടായിരുന്നു കുരങ്ങന്മാർ. രാവിലെ 7:30, 9:30, 11:15 ഇങ്ങനെയാണ് ബോട്ടിങ്ങിൻ്റെ ടൈം രാവിലത്തെ. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് 1:15, പിന്നെ 3:30. ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാനൊക്കെ പറ്റും, പക്ഷെ ക്യൂവിൽ നിന്ന് കുറേ ടൈം പോവും. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബുക്ക് ചെയ്ത ടിക്കറ്റ് കൊണ്ട് കൗണ്ടറിൽ കാണിക്കണം. അപ്പോൾ ഇവിടെ നിന്നൊരു ടിക്കറ്റ് തരും. അതും കൊണ്ട് വേണം ക്യൂവിൽ നിൽക്കാനായിട്ട്. ഞങ്ങൾ പോയെന്ന ഒരുവിധം തിരക്കുണ്ടായിരുന്നു കേട്ടോ. വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കും. കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. തേക്കടിയിലെ ഈ ബോട്ടിങ്ങും ആദ്യത്തെ അനുഭവം തന്നെയാണ് കേട്ടോ. ഇതിനു മുമ്പ് തേക്കടിയിൽ വന്നിട്ടുള്ളത് ആ പാർക്കിംഗ് ഏരിയ ഇല്ലേ അവിടെ കോളേജ് ഇട്ടത്, അവിടം വരെ വന്നിട്ടുണ്ട്. അന്ന് വാഗമൺ റൂട്ട് വന്നിട്ട് അവിടം വരെ വന്നിട്ട് തിരിച്ചു പോകണ്ടായി എന്ന് തോന്നുന്നു. ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വന്നവർ ഇവിടെ എത്തുമ്പോൾ ആദ്യം പോയി കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കേണ്ടി വരും. അത്ര നേരം ക്യൂ നിന്നത് വെറുതെ ആവും. അല്ല, വെറുതെ ആവില്ല, ടിക്കറ്റ് എടുത്തവരൊക്കെ കൊണ്ട് തന്നെയാണ് ബോട്ട് എന്തായാലും മുന്നോട്ട് പോവുള്ളൂ. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബോട്ട് ജെട്ടി. മഴക്കാലത്താണെങ്കിൽ ഇവിടം വരെയൊക്കെ എന്തായാലും വെള്ളം ഉണ്ടാവില്ലേ. ഞങ്ങളും ഇവിടെ ഇറങ്ങിയപ്പോൾ ചെറുതായി മഴ ചാറുന്നുണ്ടായിരുന്നു. പിന്നെ ഭീകര മഴയൊന്നും ആയില്ല. ബോട്ടിലിരിക്കുമ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു ബോട്ടിങ്ങിൻ്റെ ടൈമിൽ. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി. ഞങ്ങൾ മുകളിലാണ് ഇരുന്നത്. ഈ ബോട്ടിങ് 1 മണിക്കൂറാണ്. പിന്നെ ബോട്ടിലിരിക്കുമ്പോൾ ലൈഫ് ജാക്കറ്റ് ഇടണം, സൈലൻ്റ് ആയിട്ടിരിക്കണം, നിൽക്കാനോ നടക്കാനൊന്നും പാടില്ല, അങ്ങനെയൊക്കെ ഇൻസ്ട്രക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. ബോട്ടിങ്ങിന് ഒരാൾക്ക് 255 ആണ് കേട്ടോ. ഫോറിനേഴ്സിനും ഇത് തന്നെയാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. 5 വയസ്സിന് മുകളിലോട്ട് 85 ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങളുടെ ബോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. ഈ ബോട്ട് യാത്ര കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമാണ് നടത്തുന്നത്. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ കാഴ്ചകളും ഇടയ്ക്ക് അകലെ കാണുന്ന മൃഗങ്ങളൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആകർഷണം. ഒരു ആനക്കൂട്ടം കാണാൻ പറ്റിയാൽ അടിപൊളിയായേനേട്ടാ. എന്തായാലും ഞങ്ങൾക്കത് കാണാനൊന്നും പറ്റിയില്ല. ഈ ഫോറിനേഴ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു ആനകളൊക്കെ എവിടെയാണ്. അപ്പോൾ മഴയാകാൻ ഉള്ളിൽ പോയി എന്നിവർ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ടൊക്കെ മഴ പൊടിയുണ്ടായിരുന്നു. ഏറ്റവും ആദ്യത്തെ ബോട്ട് യാത്രയ്ക്ക് വരുന്നവർക്ക് ആനകളെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. 7:30 ഏറ്റവും ആദ്യത്തെ ബോട്ട് യാത്ര. ബോട്ട് ഈ ലേക്കിലൂടെ മുല്ലപ്പെരിയാർ ഭാഗത്തേക്കാണ് നീങ്ങണത്. 1895 മുല്ലപ്പെരിയാർ ഡാം പണിതപ്പോൾ വെള്ളത്തിനടിയിലായ മരങ്ങളിൽ ഈടുള്ളത് ഇപ്പോഴും കുറ്റികളായിട്ട് വെള്ളത്തിൽ നിൽക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. കുറ്റികൾ കാണില്ലേ, അത് തേക്കടി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രങ്ങളിൽ ആ ഒരു കുറ്റികൾ എന്തായാലും ഉണ്ടാവില്ലേ. ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട് അതിന്.
പക്ഷെ കറക്റ്റ് റൂട്ടിലൂടെ ബോട്ട് പോയില്ലെങ്കിൽ കുറ്റിയിൽ ചെന്നിടിക്കും. അത് റൂട്ട് കാണിക്കാനായിട്ട് ചില കുറ്റികളിൽ ഇങ്ങനെ റെഡ് റിബൺ കെട്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഏകദേശം അരമണിക്കൂർ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പാലസ് കാണാൻ പറ്റും. ഇത് പണ്ടത്തെ രാജാവിൻ്റെ സമ്മർ പാലസ് ആയിരുന്നു. Including everything. Well, it was the Maharaja, the Kerala king used to be summer palace. Now it is connected to the hotel. ലേക്ക് പാലസ് എന്ന പഴയ ടൂറിസ്റ്റ് ബംഗ്ലാവ് കണ്ടു. ഇത് ഞാൻ സൂം ചെയ്തിട്ടാണ് കേട്ടോ ആ ലേക്ക് പാലസ് ഇത്രയ്ക്കും അടുത്തേക്ക് കണ്ടത്. അപ്പോൾ അതിലേക്കുള്ള വർക്കേഴ്സ് ഫസ്റ്റ് ബോട്ടിങ്ങിന് വരുമ്പോൾ അതിലിങ്ങോട്ട് കയറി വരും ഇത്ര, എന്നിട്ട് ലാസ്റ്റ് ട്രിപ്പ് ബോട്ട് അങ്ങോട്ട് പോകുമ്പോൾ അതിൽ തിരിച്ച് കയറും. അവരാണ് അങ്ങനെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നത്. ഇന്നത്തെ ബോട്ട് യാത്ര ചെയ്തപ്പോൾ കണ്ടത് കുറച്ച് മാൻകൂട്ടങ്ങളെയും കുറച്ച് കാട്ടുപന്നീനെയും ഒക്കെയാണ് കേട്ടോ. ഏതെങ്കിലും മൃഗങ്ങളെ കണ്ടാൽ ഇവർ വേഗം വന്ന് പറയും ഇന്ന സ്ഥലത്ത് ഇന്ന മൃഗം നിൽക്കണുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബൈനോക്കുലറൊക്കെ കൊണ്ട് നോക്കി നമുക്ക് വേണമെങ്കിൽ അതിൽ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ തരും. എന്തായാലും നല്ല വ്യൂ ആയിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല സുഖമായിട്ടിരുന്ന് കണ്ടു. കുറേയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ 1 മണിക്കൂറത്തെ ഒന്നും ഇടണ്ടല്ലോ, ആകെ ബോറടിക്കും. അപ്പോൾ ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്തു. സൈലൻ്റായി ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ആകുമ്പോഴേക്കും എല്ലാവരും സംസാരിക്കണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 1 മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി. അങ്ങനെ മുകളിൽ ചെന്നിട്ട് ബസ് വരുന്നതനുസരിച്ച് ഞങ്ങളെല്ലാവരും ബസ് കയറി ആ പാർക്കിംഗ് ഏരിയയിൽ ചെന്നു. അങ്ങനെ ഇന്നത്തെ ബോട്ട് യാത്ര ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ.